ഏവിയേഷനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വരുന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്ലേസ്മെൻ്റ് ഉള്ള കോളേജസ് അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാലാണ് നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാം. അതായത് ഈ വീഡിയോയിൽ ഞാൻ ഒരു കോളേജിൻ്റെ പേരോ അതല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരോ സജസ്റ്റ് ചെയ്യില്ല. അതായത് ഇന്ന കോളേജിൽ നിങ്ങൾ പഠിച്ചാൽ അതല്ലെങ്കിൽ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് 100% പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ ഒരു കോളേജിൻ്റെ പേരോ കാര്യങ്ങളോ ഇതിൽ പറയുന്നില്ല. മറിച്ച് ഞാൻ ഇതിൽ പറയുന്നത് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന പ്ലേസ്മെൻറ്റിൻ്റെ ഒരു രീതിയെക്കുറിച്ചും അത് നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല ജോബ് കിട്ടാം എന്നതിനെക്കുറിച്ചുമാണ് ഇതിൽ പറയുന്നത്. മറിച്ച് നിങ്ങളൊരു കോളേജിൻ്റെ പേര് പ്രതീക്ഷിച്ചാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു വിധ പ്രയോജനവും കിട്ടില്ല. അതായത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു സെക്ടർ എന്ന് നോക്കുന്നത് ഈ ഏവിയേഷൻ മേഖല തന്നെയാണ്. ഏവിയേഷൻ്റെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കലുണ്ട്. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കസ്റ്റമർ ഹാൻഡ്ലിങ് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓപ്പറേഷൻ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ജോലി കാര്യങ്ങളെക്കുറിച്ചാണ്. അത് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു സമയത്തും ഉണ്ട്. കാരണം നമ്മുടെ എയർ ഇന്ത്യയൊക്കെ പുതിയ അപ്ഗ്രഡേഷൻ വരുത്തുന്നതിലൂടെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ജോബുകൾ പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ ധാരാളം ജോബുകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഈ പറയുന്ന കോഴ്സുകൾ പല രീതിയിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന ആളുകളുടെ എല്ലാം ഒരു ഇതാണ്, അവർക്ക് ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോബ് കിട്ടുമോ, അതല്ലെങ്കിൽ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജോബ് പ്ലേസ് ചെയ്ത് തരുമോ എന്നതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ഇവിടെ ജോബ് കിട്ടുന്നത്, അതായത് ഇതിൻ്റെ ഈ നോൺ ടെക്നിക്കലായിട്ടുള്ള ഇതിലെ ഗ്രൗണ്ട് ഓപ്പറേഷനിലും കസ്റ്റമർ ഹാൻഡ്ലിങ്ങിലൊക്കെ ജോബുകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും ജോബുകൾ കിട്ടണമെങ്കിൽ 2 രീതിയിൽ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. ഒന്ന്, നിങ്ങളൊരു ഡിഗ്രി പ്രോഗ്രാം ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളൊരു ഡിപ്ലോമ പ്രോഗ്രാം ചെയ്യുക. ഡിഗ്രിയുടെയും ഡിപ്ലോമയുടെയും ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ ഞാനത് പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 2 രീതിയിൽ ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എയർലൈനിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി ക്വാളിഫൈഡ് ആയി, അതിനുശേഷം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എയർലൈൻസ് ഉണ്ട്, എയർലൈൻസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അവർ ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ കണ്ട് അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂ പാസ്സായിട്ട് നിങ്ങൾക്ക് അവരുടെ സ്റ്റാഫായിട്ട് ജോബിൽ കയറാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ആവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇൻഡിഗോ എയർലൈൻസ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരുടെ ഒഴിവുകൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്ത് അവർ നടത്തുന്ന ഇൻ്റർവ്യൂ ഡയറക്റ്റ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ജോബുകൾ കയറാൻ പറ്റുന്നതാണ്. ഇങ്ങനെ കയറുന്നതിന് ഡയറക്റ്റ് എയർലൈൻ്റെ സ്റ്റാഫായിട്ട് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് എയർലൈൻ ജോബ്സ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ കയറിയാലാണ് നമ്മുടെ കരിയറിലും നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നത്, അതുപോലെ സാലറി ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ ആ ഒരു എയർലൈൻ്റെ സ്റ്റാഫായിട്ട് എല്ലാ ഇതിലൂടെ ജോബ് സെക്യൂരിറ്റി കാര്യങ്ങളോടുകൂടി നിങ്ങൾക്ക് ഒരു സക്സസ്ഫുൾ കരിയറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ രീതി, ഇതേ മേഖലയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ എയർലൈൻ്റെ അല്ലാതെ ഈ തേർഡ് പാർട്ടി ഏജൻസികൾ വരുന്നുണ്ട്. അതായത് ഈ ചില എയർലൈൻസിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി എയർപോർട്ടുകളിൽ ഈ എയർലൈൻസ് തന്നെ വേറെ ഏജൻസികളെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം ഏജൻസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരം ഏജൻസികളുടെ ജോബുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതും ഇവരുടെ ഈ പറയുന്ന ഏജൻസികളുടെ വെബ്സൈറ്റ് വഴിയൊക്കെ തന്നെയാണ് ഇത് നടത്തുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു എയർലൈൻ്റെ സ്റ്റാഫായിട്ടായിരിക്കില്ല വർക്ക് ചെയ്യുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള തേർഡ് പാർട്ടി കമ്പനികളുടെ സ്റ്റാഫായിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവരായിരിക്കും നിങ്ങളുടെ സാലറി കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് ഒക്കെ വരുന്നത്. ഡയറക്റ്റ് എയർലൈൻസിൽ ജോബ് ചെയ്യുന്ന ഒരാളെക്കാളും സാലറി കാര്യങ്ങളൊക്കെ കുറവ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ നിങ്ങൾ ഈ ഒരു ഏജൻസി വർക്ക് ചെയ്യുകയാണ്, അപ്പോൾ ഏജൻസി പറയുകയാണ് ഇന്ന് ഈ എയർലൈൻസിന് വേണ്ടിയാണ് നിങ്ങൾ വർക്ക് ചെയ്യണത്, നാളെ വേറൊരു എയർലൈൻസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യണത്. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ജോബുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ജോബിൻ്റെ ഇതിലും വലിയ സെക്യൂരിറ്റി കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിവതും ഒരു ഡയറക്റ്റ് എയർലൈൻ്റെ ജോബ് കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള ഒരിതുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് 2 രീതിയിൽ ഈ ഒരു മേഖലയിൽ ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ജോബ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന പ്ലേസ്മെൻറ്റുകളെക്കുറിച്ച് പറഞ്ഞു തരാം. അതായത് ഇവിടുത്തെ ഒരു പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ കേരളത്തിൻ്റെ ആയാലും കേരളത്തിന് വെളിയിലായാലും ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോളേജ് ഇതൊക്കെ പ്ലേസ്മെൻറ്റുകൾ ഓഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ ഒരു 100% പ്ലേസ്മെൻറ്റുകൾ എയർലൈനിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ജോബ് ചെയ്യാമെന്ന് പറഞ്ഞു ആരും ചെയ്യുന്നില്ല.
ഒരു ഏജൻസിയും തന്നെ ചെയ്യുന്നില്ല. കാരണം ഇവിടെ ഈ എയർലൈൻസിൻ്റെ ജോബ് നേടിയെടുക്കുക അല്ലെങ്കിൽ എയർലൈൻ്റെ ഡയറക്റ്റ് സ്റ്റാഫ് ആവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കഴിവ് വെച്ചിട്ടാണ്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, പേഴ്സണാലിറ്റി, അങ്ങനത്തെ നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു എയർലൈൻ്റെ സ്റ്റാഫ് ആവാൻ പറ്റുന്നത്. അതല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും സജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ കുറച്ച് ഇതുണ്ട്, ഇന്ന ഇതിൽ കയറ്റാനൊക്കെ പറ്റും. പക്ഷേ ഇതിൽ അത് പറ്റില്ല. ഇവിടെ നിങ്ങളുടെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇതിനുള്ളിൽ ഡയറക്റ്റ് എയർലൈൻ്റെ സ്റ്റാഫായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും അതുപോലെ തന്നെ വെളിയിലെ കോളേജ് എല്ലാം ആയാലും അവരൊരിക്കലും ഒരു 100% പ്ലേസ്മെൻറ്റ് പറയുന്നില്ല ഡയറക്റ്റ് എയർലൈനിൽ. പകരം അവർ പറയുന്നത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ചെയ്തു തരാമെന്നാണ് പറയുന്നത്. അതായത് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് എയർലൈൻ്റെ ജോബ് കിട്ടാൻ വേണ്ട രീതിയിലുള്ള ഇൻ്റർവ്യൂകളും അതിന് മറ്റ് അറിവുകളും കാര്യങ്ങളും മോക്ക് ഇൻ്റർവ്യൂവും എല്ലാം അവർ നല്ല രീതിയിൽ തരും. ലാംഗ്വേജ് കുറവാണെങ്കിൽ അതിനുള്ള ഡെവലപ്മെൻറ്റ് എല്ലാം, അതിപ്പോൾ കേരളത്തിലായാലും കേരളത്തിന് വെളിയിലായാലും എല്ലാം നമ്മൾ ഈ പറയുന്ന ഏജൻസികൾ തന്ന് നിങ്ങളെ അതിനുള്ള ഒരു ഇൻ്റർവ്യൂവിന് ഉള്ള രീതിയിൽ നിങ്ങളെ പ്രിപ്പയർ ചെയ്ത് വിടും. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ബോർഡിൻ്റെ, അതായത് എയർലൈൻസിൻ്റെ ഡയറക്റ്റ് സ്റ്റാഫ് ആവാനുള്ള ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടും സ്കില്ല് കൊണ്ടുമാണ് നിങ്ങൾ ജോബ് നേടേണ്ടത്. അവിടെ ഈ പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് യാതൊരു റോളും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് എന്ന് പറയുന്നത്, പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് നൽകാം എന്ന് പറയുന്നത്. അതെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നൽകുന്നുണ്ട്. ജോബ് ഗ്യാരണ്ടി ആരും തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ോട് ചോദിക്കുമ്പോഴും ഈ ഇന്ന കോളേജ് സജസ്റ്റ് ചെയ്യാവോ അല്ലെങ്കിൽ ഒരു ഇത് പറയാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഡൗട്ട് വന്നേക്കാം. അതായത് നിങ്ങൾ ചില പരസ്യങ്ങളിൽ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, 100% ജോബ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 100% ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എയർലൈൻ്റെ ഡയറക്റ്റ് സ്റ്റാഫ് ആവാനുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോബ് വാങ്ങിത്തരുന്നതല്ല ഇത് നടക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ പറയുന്ന തേർഡ് പാർട്ടി, അതായത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിങ് ഓപ്പറേഷൻ ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനികളിലായിട്ടായിരിക്കും ഇവർ റിക്രൂട്ട് ചെയ്യുന്നത്. അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ടൈപ്പ് ഉള്ളപ്പോൾ വേണമെങ്കിൽ ഇത്തരം റിക്രൂട്ടിങ് കമ്പനികളിലേക്ക് ആളുകളെ കയറ്റാം. അവരെ സംബന്ധിച്ച്, ഈ കമ്പനികളെ സംബന്ധിച്ച് അവർക്ക് പണിയെടുക്കാൻ ആൾ വേണം. അപ്പോൾ ആ കമ്പനികളും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടൊരു ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഇൻ്റർവ്യൂവിൻ്റെ ഈ പറയുന്ന ഡയറക്റ്റ് എയർലൈൻ്റെ സ്റ്റാഫ് ആവുന്ന അത്രയും കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് ജോബ് കിട്ടും. പക്ഷേ അതിൻ്റെ പോരായ്മ എന്നാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് 100% പ്ലേസ്മെൻറ്റ് എന്നുള്ള ഓഫറുകൾ നൽകുന്നത്. അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ 100% പ്ലേസ്മെൻറ്റ് ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്ന വേറെ പരിപാടി, എയർലൈനിലോ എയർപോർട്ടുകളിലോ ജോബിന് കയറ്റാതെ അവർ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ട്രാവൽ ഏജൻസികളിലും ടൂർ കമ്പനികളിലൊക്കെ റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോഴും അവർ പറയുന്ന വാക്ക് അവർ പാലിക്കുന്നുണ്ട്, 100% ജോബ് മേടിച്ച് തരും എന്നുള്ളത്. പക്ഷേ അത് എയർലൈൻ്റെ സ്റ്റാഫായിട്ടോ അതും അല്ല. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ 2-3 ലക്ഷം രൂപ കൊടുത്ത് ഈ കോഴ്സ് പഠിക്കുന്നത് നമ്മൾ എയർലൈൻസിൽ അല്ലെങ്കിൽ ഏവിയേഷൻ മേഖലയിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനും ഒരു ഡയറക്റ്റ് എയർലൈൻ്റെ സ്റ്റാഫ് ആവാനൊക്കെയാണ്. അതല്ലാതെ ഈ പോയി ട്രാവൽ ഏജൻസിയിലും ടൂർ കമ്പനിയിൽ ടിക്കറ്റ് അടിക്കാനും പാക്കേജ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ പൈസ മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. അതും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എന്നോട് ഈ ചോദിക്കുന്ന ആളുകൾ, അതായത് ഈ പറയുന്ന നല്ല ജോബ് കിട്ടുമോ, ജോബ് ഇത് കിട്ടും, നല്ല ജോബ് കിട്ടും, അതല്ല ഈ ജോബ് 100% ഗ്യാരണ്ടി പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ജോബ് കിട്ടുന്നത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ടാണ്. ഒരു ഡയറക്റ്റ് എയർലൈൻ്റെ നല്ല ജോബ് കിട്ടുന്നത് നിങ്ങളുടെ പെർഫോമൻസ് കൊണ്ട് ഇതാണ്. അതല്ലാതെ ഈ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കാര്യമായിട്ട് ഡയറക്റ്റ് എയർലൈൻ ജോബുകൾക്ക് വലിയ ഇത് സ്വാധീനിക്കാനോ ഒന്നും പറ്റത്തില്ല. അവർക്ക് ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റും, അതല്ലാതെ ജോബ് മേടിച്ച് തന്നെ നിങ്ങളുടെ കഴിവുകൊണ്ടാണ്. ഇൻസ്റ്റഗ്രാമിൽ എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ ഈ കഥകളും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കൂടി പറ്റുന്ന രീതിയിൽ കോമൺ ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു നിങ്ങൾക്ക് നല്ലൊരു ഇതിൽ ഈ പറയുന്ന ഏവിയേഷനിൽ നല്ലൊരു ഇത് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുക. അതാണ് ഇതിൽ ഏറ്റവും നല്ല കീ ഫാക്ടറായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ ഒരു കാര്യം, ചോദിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്തതിന് വേണം. ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും ഫോളോ ചെയ്തതിന് മാത്രം ചോദിക്കുക. കാരണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതും നിങ്ങൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നമസ്കാരം.